തിങ്ങും പച്ചപ്പണിഞ്ഞ പെരിയൊരു കുടജാദ്രിക്കുമേൽ തന്നെയോ നീ തങ്ങുന്നു നിത്യമമ്മേ കുതുകമുടുകുമാരീപുരം തന്നിലോ താൻ. എങ്ങും കാരുണ്യവർഷം ചൊരിവതിനുചിരം പാറമേക്കാവിലോ നീ ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായം ത്രിവിധ കർമ്മങ്ങൾ, കർമ്മഫലങ്ങൾ എന്നിവയെക്കുറിച്ച് ഭഗവാൻ വേദവ്യാസൻ ജനമേജയന് അല്ലെങ്കിൽ ദേവി ഭാഗവതത്തിലൂടെ ശ്രോതാക്കളായിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും തരുന്നതായിട്ടുള്ള ആ ഉപദേശമാണ് അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. ഇത്തരം ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. കാരണം നാം പുരാണങ്ങൾ കേൾക്കുന്നതും കഥകൾ കേൾക്കുന്നതും പുരാണങ്ങൾ വായിക്കുന്നതും ക്ഷേത്രാടന തീർത്ഥാടനങ്ങൾ ചെയ്യുന്നതും വ്രതദാന തപ ഹോമ യാഗ യജ്ഞ പൂജാദികളെല്ലാം അനുഷ്ഠിക്കുന്നതുമൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തീരുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സന്തോഷത്തിനും വേണ്ടിയാണല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ ശോകങ്ങൾ ഉണ്ടാവുന്നത്, എല്ലാ സന്തോഷങ്ങളായിട്ടുണ്ടാവുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം? എന്തുകൊണ്ട് എനിക്ക് മാത്രം ബന്ധിക്കണു മുതലായിട്ടുള്ള നമ്മളുടെ സംശയങ്ങളെയെല്ലാം തീർത്തു തരുന്ന ഭാഗങ്ങളായതുകൊണ്ട് ഇതിനെ ശ്രദ്ധാഭക്തിയോടുകൂടി കേൾക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും ആ ജ്ഞാനം നമുക്ക് ഉള്ളിലേക്ക് പോകുന്നുള്ളൂ. കഥകളെ കഥാരൂപത്തിൽ കേട്ടുപോകുന്ന സമയത്ത്, സന്ദർഭം കിട്ടുന്ന സമയത്തൊക്കെ വേദവ്യാസൻ ഇത്തരത്തിലുള്ള തത്വങ്ങളെ നമ്മൾക്ക് ഏത് പുരാണങ്ങളായാലും പറഞ്ഞു തരുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ എന്തിനാണ് ഇത്രയും സ്പഷ്ടമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് പുരാണങ്ങളിൽ വ്യാസൻ അല്ലെങ്കിൽ പറയുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മളെ ഈ ശോകത്തിൽ നിന്നും മോഹത്തിൽ നിന്നും കാമാദി വൃത്തികളിൽ നിന്നും മറ്റുമൊക്കെ നമ്മളുടെ മനസ്സിനെ ഉയർത്താൻ, നമ്മളുടെ മനസ്സിന് ബലം തരാൻ, നമ്മുടെ മനസ്സിനെ താങ്ങായിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഭാഗങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഇതെല്ലാം പഠിച്ചു മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് അല്പമെങ്കിലും ആ ജ്ഞാനം, ആത്മജ്ഞാനം നേടിയെടുക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് എനിക്ക് ദുഃഖങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ദുരിതങ്ങൾ വരുന്നത്, ആരാണ് ഇതിന് ഉത്തരവാദി മുതലായവ. കാരണം ഇന്ന് നമ്മൾ മറ്റു പലരുമാണ്, ഗ്രഹങ്ങളാണ്, നക്ഷത്രങ്ങളാണ്, ദേവന്മാരാണ്, ദേവിമാരാണ്, അവരുടെയൊക്കെ ശാപങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ദോഷങ്ങൾ കൊണ്ടാണ് നമുക്കിതെല്ലാം സംഭവിക്കുന്നത്, ഇങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ അതല്ല അതിനുള്ള കാരണം. നമുക്കിതാ ഇത്തരത്തിലുള്ള ശോകം ആയാലും ശരി, എല്ലാ സുഖമായാലും ശരി, എന്തുകൊണ്ട് കിട്ടണോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ തന്നെ നേടിയെടുത്തതാണ്. നമ്മളുടെ തന്നെ പ്രാരാബ്ധ കർമ്മഫലങ്ങളാണ് സുഖമായിട്ടും ദുഃഖമായിട്ടും നമുക്ക് ഓരോ ജന്മത്തിലും ജന്മജന്മാന്തരങ്ങളായിട്ടും അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതിനെ ഇവിടെ കാണിക്കുകയാണ്. അത് തുച്ഛരായിട്ടുള്ള മനുഷ്യന്മാർക്ക് മാത്രമല്ല, നമ്മളെല്ലാം ഏതൊരു ദേവന്മാരെയാണോ യാഗയജ്ഞ പൂജാദികളിൽ കൂടി ആരാധിക്കുന്നത്, ഏത് ദേവേന്ദ്രന് വേണ്ടിയാണോ, ഏത് വരുണന് വേണ്ടിയാണോ, ഏത് അഗ്നിക്ക് വേണ്ടിയാണോ, ഏത് വായുവിന് വേണ്ടിയാണോ, ഏത് യമന് വേണ്ടിയാണോ, നമ്മൾ എല്ലാ കുബേരന് വേണ്ടിയാണോ, ഏതെല്ലാം അഷ്ടദിക്പാലകന്മാർക്ക് വേണ്ടിയാണോ, ആർക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഈ പൂജയും കർമ്മങ്ങളും ഒക്കെ നമുക്ക് സുഖം അവരിൽ നിന്നും കിട്ടാൻ നമ്മൾ ചെയ്യുന്നു. പക്ഷെ നമ്മൾ ആലോചിക്കണില്ല, നമ്മൾ ആരിൽ നിന്നുമാണോ ഈ സുഖഭോഗങ്ങൾ, നമ്മളുടെ ശോകവും നമ്മളുടെ കഷ്ടങ്ങളും എല്ലാം തീർക്കാനായിട്ട് നമ്മൾ ആരെയാണോ ഭജിക്കുന്നത്,
ആ ദേവന്മാർ തന്നെ ഇതിന് അധീനത്തിലുള്ളവരാണ് എന്ന് പറയുകയാണ്. അവർക്ക് തന്നെ ഈ കർമ്മഫലങ്ങള് സുഖദുഃഖങ്ങളായിട്ട് അനുഭവിക്കേണ്ടി വരുന്നു. ഏതൊരു ഇന്ദ്രനും ഇന്ദ്രാദി ദേവന്മാരെയുമാണോ നമ്മൾ പൂജിക്കുന്നത്, അവർക്കും ഇതാ നല്ല കാലവും അതേമാതിരി തന്നെ ദുഃഖവും ശോകവും അനുഭവിക്കേണ്ടതായിട്ടുള്ള കാലങ്ങളും ബ്രഹ്മഹത്യാദി ദോഷങ്ങളും ആ ദോഷങ്ങളുടെ പാപഫലങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ശാസ്ത്രത്തിലൂടെ നമ്മളെ കാണിച്ചു തരികയാണ്. കാരണം ആരായാലും ശരി എല്ലാവരും ഈ കർമ്മഫലങ്ങൾക്ക് അധീനരാണ് എന്നുള്ളത് കൊണ്ട് എന്തൊക്കെ തന്നെ ആരൊക്കെ തന്നെ ആരാധിച്ചാലും ഈ കർമ്മഫലങ്ങൾ നമ്മളെ വിട്ടുപോകുന്നില്ല എന്ന് പറയാണ്. വിഷ്ണുവിന്റെ അംശഭൂതരാണ് നരനാരായണന്മാര്. കൃഷ്ണാർജുനന്മാരായിട്ട് അവർക്ക് ജനിക്കേണ്ടി വന്നു. പുരാണങ്ങളിലൊക്കെ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നരനാരായണന്മാരായിരുന്ന അവർക്ക് വീണ്ടും ഇതാ കൃഷ്ണനും അർജുനനുമായിട്ട് ഭൂമിയിൽ ജന്മമെടുക്കേണ്ടി വന്നു, വരേണ്ടി വന്നു. അതിലൂടെ പല സുഖദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മളെ കഥകളിലൂടെ കാണാൻ കഴിയും. ഉത്കൃഷ്ട വിഭവങ്ങൾ ആർക്കുണ്ടോ അവൻ ദേവാംശമാണ് എന്ന് ധരിക്കണം. ഋഷിയല്ലാത്തവൻ കാവ്യം രചിക്കുകയില്ല, രുദ്രനല്ലാത്തവൻ രുദ്രനെ അർച്ചിക്കുകയില്ല, ദേവാംശമല്ലാത്തവൻ അന്നദാനം ചെയ്യുകയില്ല, വിഷ്ണുവിന്റെ അംശമല്ലാത്തവൻ രാജാവായി തീരില്ല. ഇന്ദ്രൻ, അഗ്നി, യമൻ, വിഷ്ണു, കുബേരൻ എന്നിവരിൽ നിന്ന് പ്രഭുത്വം, തേജസ്, കോപം, പരാക്രമം, ഐശ്വര്യം എന്നിവ യഥാക്രമം സ്വീകരിച്ചിട്ടാണ് ശരീരം സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് തീർച്ചയാണ്. ആരാണോ ലോകത്ത് ബലവാനും ഭാഗ്യവാനും ഭോഗവാനും വിദ്വാനും ദാനശീലനുമായിരിക്കുന്നത് അവരെ ഓരോരുത്തരെയും ദേവാംശമായിട്ട് കാണേണ്ടതാണ്. പാണ്ഡവരെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. നാരായണന് സമം തേജസ്വിയായ വാസുദേവനും ദേവാംശമാണ്. പ്രാണികളുടെ ശരീരം സുഖദുഃഖങ്ങൾ ഭുജിക്കാനുള്ള പാത്രമാണ്. ദേഹി അങ്ങനെ ഇടതടവില്ലാതെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദേഹി സ്വതന്ത്രനാണെങ്കിലും സദാ കർമ്മഫലത്തിന് വിധേയനായി അവശനെപ്പോലെ ജനനമരണങ്ങളും സുഖദുഃഖങ്ങളും അനുഭവിക്കുന്നു. പാണ്ഡവരെ ജനിച്ചത് വനത്തിലാണ്, പിന്നീട് സ്വഗൃഹത്തിലെത്തി. അതിനുശേഷം അവരുടെ ബാഹുബലത്താൽ അവര് അത്യുത്തമായ രാജസൂയയാഗം കഴിച്ചു. അവർക്ക് അത്യന്തം ദുഃഖകരമായിട്ടുള്ള വനവാസമനുഷ്ഠിക്കേണ്ടി വന്നു. ഇന്ദ്രജയം നേടാത്തവർക്ക് ദുഷ്കരമായ തപസ്സും അർജുനൻ ചെയ്തു. സന്തുഷ്ടരായ ദേവന്മാര് അവർക്ക് നല്ല വരങ്ങളൊക്കെ കൊടുത്തു. നരനായി പണ്ട് വനത്തിൽ വെച്ച് ചെയ്ത പുണ്യകർമ്മഫലങ്ങളെല്ലാം ആ അവസരത്തിൽ എവിടെ പോയി? നരനായ അവൻ പണ്ട് ബദരികാശ്രമത്തിൽ വെച്ച് ഘോരമായ തപസ് ചെയ്തു. എന്നാൽ അർജുനനായി ജനിച്ചപ്പോൾ ആ തപസ്സിന്റെ ഫലം ലഭിച്ചില്ലല്ലോ. അതുകൊണ്ട് ഹേ ജനമേജയ, ആ പ്രാണികൾക്ക് ദേഹബന്ധത്താൽ വന്നുകൂടുന്ന കർമ്മഗതി ദേവന്മാർക്ക് പോലും അറിയാൻ കഴിയുകയില്ല. പിന്നല്ലേ മനുഷ്യർക്ക് അറിയാൻ കഴിയുക? വാസുദേവൻ പോലും അത്യന്തം ദുഃഖപ്രദമായ കാരാഗൃഹത്തിലാണ് ജനിച്ചത്. പിന്നീട് നന്ദഗോപന്റെ ഗോകുലത്തിൽ എത്തിക്കുകയായിരുന്നുവല്ലോ. അദ്ദേഹം അവിടെ 11 വർഷം താമസിച്ചു നന്ദഗോപന്റെ ഗൃഹത്തില്. അതിനുശേഷം മധുരയിലെത്തി ഉഗ്രസേനന്റെ പുത്രനായ കംസനെ ബലമായി നിഗ്രഹിച്ചു. അതിനുശേഷം ബന്ധനത്തിൽ കിടന്ന് നരകിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കന്മാരെ മോചിപ്പിച്ചു. ഉഗ്രസേനനെ മധുരയിലെ രാജാവാക്കി വാഴിച്ചു. പിന്നീട് മ്ലേച്ഛരാജാവിനെ ഭയപ്പെട്ട ദ്വാരകയിലേക്കിതാ പലായനം ചെയ്തു. വിധിക്ക് വിധേയനായി മഹത്തായ പൗരുഷകർമ്മങ്ങളെല്ലാം ചെയ്തു. ആ ജനാർദ്ദനൻ ദ്വാരകയിൽ വസിച്ചുകൊണ്ട് ഒട്ടേറെ കർമ്മങ്ങൾ ചെയ്തു. പ്രഭാസത്തിൽ വെച്ച് അദ്ദേഹം സകുടുംബം ദേഹത്യാഗം ചെയ്ത് സ്വർഗം പൂകി, അല്ലെങ്കിൽ സ്വധാമം പൂകി. പുത്രന്മാരും പൗത്രന്മാരും സുഹൃത്തുക്കളും സഹോദരന്മാരും ബന്ധുക്കളുമായ സകല യാദവന്മാരും ആ വിപ്രശാപത്താൽ നശിച്ചു. യാദവ വംശം തന്നെ നശിക്കുകയുണ്ടായി. വാസുദേവൻ പോലും ഒരു
വ്യാധന്റെ ഒരു ജരന്റെ അമ്പുകൊണ്ടാണ് മരിച്ചത്. ഇതാണ് കർമ്മത്തിന്റെ ഗഹനമായ ഗതി എന്നതാ വ്യാസൻ ജനമേജയന് ആ കർമ്മത്തിന്റെ ഗതിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ 10ാമത്തെ അധ്യായം